6 സ്ക്വയർ ഇൻറ്റു 10⁻4 ഇൻറ്റു 15⁻3 ഡിവൈഡ് ബൈ 2⁻6 ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻6. ഇതിന് നമ്മൾ എന്താക്കണം? ലഘൂകരിച്ച് എഴുതണം. ഓക്കെ, അപ്പം നമുക്കെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത് ലഘൂകരിക്കാൻ ഇത് തമ്മിലൊന്നെങ്കിൽ ഹരിച്ച് പോകണം, കട്ട് ചെയ്ത് കളയാനൊക്കെ പറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പേഴ്സിൽ ബേസ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടെ 6 ഇവിടെ 2 അപ്പോൾ ഈ 6 2 ഡിവൈഡ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അവിടെ 3 ഇവിടെ 15 ഈ 2 നമ്പർ നമുക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതേപോലെ ഇവിടെ 5 ഇവിടെ 10 ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. പവേഴ്സൊക്കെ വേറെ വേറെ നമ്പേഴ്സ് ആയിരിക്കും. അതിന് നമുക്ക് എന്താക്കാം, സ്പ്ലിറ്റ് ആക്കി എഴുതാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 6 നമ്മൾ എന്ത് എഴുതി? 2 ഗുണിക്കണം 3 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്ത്? ഹോൾ സ്ക്വയർ ഇൻറ്റു 10 നമ്മൾ എന്ത് എഴുതി? 2 ഗുണിക്കണം 5 എന്ന് 10 നമ്മൾ തിരിച്ചെഴുതി. ഹോൾ റേസ്റ്റ് 4 ഇട്ടിട്ട് 15 3 ഗുണിക്കണം 5 ഹോൾ റേസ്റ്റ് 3. ഇനി അടിയിൽ ഡിവൈഡ് ബൈ 2⁻6 ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻6 എന്നതേപോലെ എഴുതി. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള റേസ്റ്റ് ഓരോ നമ്പേഴ്സിനും ബാധകമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും എടുത്ത് ഇതാണ് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ ടൈം കഴിഞ്ഞു. ഇൻറ്റു ഇവിടെ 2⁻4 ഇൻറ്റു 5⁻4 ഈ ടേം കഴിഞ്ഞു. ഇനി 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് അങ്ങനെ ഈ ടേം കഴിഞ്ഞു. ഈ ഹോൾ ഡിവൈഡഡ് ബൈ അടിയിലെ 2⁻6 ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻6. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നുണ്ട്? ഇവിടെ ഒരു 2⁻6 കാണുന്നുണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. നമുക്ക് ബേസ് വാല്യൂസ് ഏകദേശം സെയിം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m പ്ലസ് എന്നാണ്. ഇതെല്ലാവർക്കും അറിയാലോ. ഇനി ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് സ്ക്വയർ എടുത്തു. ഈ അടുത്ത 2 ടൈം വരുന്നതാണ് ഇവിടെ ഇൻറ്റു 2⁻4 ഇതൊരു സെറ്റാക്കി ഗുണിക്കണം. ഇവിടെ 3 സ്ക്വയർ വരുന്നുണ്ട്, 3 ക്യൂബ് വരുന്നുണ്ട്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. ഇവിടെ 5 ടൈം 2 വരുന്നുണ്ട്. 5⁻4 ഇൻറ്റു 5⁻3. ഓക്കെ, ഇനി ഡിവൈഡ് ബൈ 2⁻6 ഇൻറ്റു 3⁻5 ഇൻറ്റു 5⁻6. ഈ മുകളിലത്തെ ടേമിനെ മൊത്തത്തിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്താട്ടോ. നമ്മൾ a⁻m പഠിച്ചില്ലേ? അപ്പോൾ ഇത് രണ്ടും ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ 2ഉം ഈ 4ഉം കൂട്ടി 2⁻6 നമുക്ക് എഴുതാൻ പറ്റും. പ്ലസ് അടുത്ത ടേം 3 ടേം 3 സ്ക്വയർ 3 ക്യൂബ്. ഈ 2 ഈ 3 നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 3⁻5 തന്നു. അടുത്ത 5 ടേം
ഈ 4ഉം ഈ 3ഉം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പവറുള്ള. 5/7 ഈ ഡിവൈഡഡ് ബൈ എല്ലാം ഇൻറ്റു ആണ്. 2/6 അടിയിലുള്ള ഇൻറ്റു 3/5 ഇൻറ്റു 5/6. ഇത് സെയിം നമ്പറാണ്. 2/6ഉം 2/6. അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. 3/5ഉം 3/5 സെയിം നമ്പറാണ്, നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ള ആരാണ്? അത് 5/7ഉം 5/6ഉം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് a/m/a/n is equal to a/m-n. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5/7 - 6 5/1. നമുക്കിവിടെ 5/1 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? 5. ഓപ്ഷൻ ഡി 5 നമുക്ക് ആൻസർ കിട്ടി.